അതെ, എനിക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട്. പറയൂ, എന്താ ഇപ്പോ ഓർത്തത്? അത് അവരൊക്കെ എവിടെ? ആര്? ഞാൻ സ്വപ്നം കാണുന്നവരെ. അവരെവിടെയാ? അവരെ കണ്ടാ മനസ്സിലാവും. ചൊല്ലു, ആദ്യം ഭക്ഷണം കഴിക്കൂ. അപ്പൊ അവരെ കാണണ്ടേ? പോകാം, ആദ്യം ഭക്ഷണം കഴിക്കൂ. വരൂ, ഭക്ഷണം കഴിക്കാം. പാവം, രാവിലെ ഡോക്ടർ വന്നപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാ. ഭൂതകാലം മുഴുവൻ ചിത്രങ്ങളായി മനസ്സിലുണ്ട്. പക്ഷേ എങ്ങനെ അത് ഓപ്പൺ ചെയ്യണമെന്നും എങ്ങനെ പറയണമെന്നും അറിയില്ല. എവിടെയോ വെച്ച് ഓർമ്മകൾ മൂടിപ്പോയൊരവസ്ഥ. എല്ലാം പഴയതുപോലെയാകാൻ സാധ്യതയുണ്ടോ ശങ്കർജി? നമ്മൾ അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുന്നത്? ഡോക്ടറും പ്രതീക്ഷ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ, നോക്കാം. ആഹാരം കഴിക്കേ. ഹലോ, ബെഞ്ചമിൻ, ഊർമിളയാണ്. ആ പറയൂ ഊർമിള, അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം? തൽക്കാലം ഒന്നുമില്ല. രാവിലെ ശങ്കർജിയുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ വന്ന് പരിശോധിച്ചിരുന്നു. എന്നിട്ട്? മെമ്മറി ബ്ലോക്ക് ആയതാണെന്നാ ഡോക്ടർ പറഞ്ഞത്. ഒരുപക്ഷെ കുറച്ചുനാൾ കഴിയുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അല്ല, ഊർമിളക്ക് എന്താ തോന്നുന്നത്? കുറെ കാലമായി മാനസികാസ്വസ്ഥതയുള്ള പേഷ്യൻസിനെ ഞാൻ ഒരുപാട് അടുത്തുനിന്ന് കാണാറുള്ളതാ. ബെഞ്ചമിൻ, ഇതത്ര സേഫ് അല്ല. എന്തുപറ്റി? അവർക്ക് ഓർമ്മകൾ വ്യക്തമായി തുടങ്ങുന്നുണ്ടെന്ന് അവരുടെ രീതികൾ കണ്ടാ അറിയാം. ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്തോ കൃത്യമായിട്ട് ഓർത്തതാ. അത് പറയാൻ വേണ്ടി അവർ ശങ്കർജിയുടെ മുൻപിലേക്ക് വന്നെങ്കിലും അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. കാരണം എപ്പോൾ വേണമെങ്കിലും ആ ഓർമ്മകൾ അവർക്ക് തിരിച്ചു കിട്ടും. ചിലപ്പോൾ കുറച്ച് സമയത്തിനാകാം, അല്ലെങ്കിൽ കൂടുതൽ സമയത്തിനാകാം. എന്തായാലും നിങ്ങൾക്ക് അപകടമാണ്. അവർക്ക് ഓർമ്മ തിരിച്ചിട്ടാൻ പാടില്ല. ചെറുതായെന്ന് ഓർക്കാനുള്ള ശേഷി പോലും അവരുടെ തലച്ചോറിനുണ്ടാവരുത്. ഒരു കാര്യം ചെയ്, ഞാൻ ഇഞ്ചക്ഷൻ എത്തിക്കാം. ആ ഇഞ്ചക്ഷൻ അവർക്ക് കൊടുത്താൽ മതി. പഴയ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ഒരു ഓർമ്മയുണ്ടാവില്ല.